ശനിയാഴ്ച അമേരിക്കയുടെ ടെക് ഇൻഡെക്സായ നാസ്ഡാക്ക് 2%, S&P 0.8% ഇടിഞ്ഞിട്ടും ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. നിഫ്റ്റി 121 പോയിന്റ് ഉയർന്ന് 22,232 ട്രേഡ് ചെയ്യുന്നു. ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരാനുള്ള സാധ്യതകളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ അവിടെ ബുള്ളിഷ് റിവേഴ്സലിനെ സൂചിപ്പിക്കുന്ന ഡബിൾ ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തു കഴിഞ്ഞു. കൂടാതെ വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ 22,067 എന്ന 50-യുടെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിലുള്ള ക്ലോസിംഗ് ആണ് മാർക്കറ്റ് നൽകിയത്. ഇത് രണ്ടും മാർക്കറ്റിൽ ഷോർട്ട് കവറിങ്ങിനുള്ള സാധ്യതകളാണ് കൽപ്പിക്കുന്നത്. ഇസ്രായേൽ-ഇറാൻ കോൺഫ്ലിക്റ്റ് മേജർ മാർക്കറ്റ് എക്സ്കലേഷനിലേക്ക് നീങ്ങാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ബ്രന്റ് ക്രൂഡിൻ്റെ വില $90 താഴെ എത്തി, അതായത് $87 പെർ ബാരൽ എന്ന ലെവലിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 129 കോടി രൂപയുടെ ബൈയിങ്ങും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 52 കോടി രൂപയുടെ സെല്ലിങ്ങും നടത്തിയിട്ടുണ്ട്. ഇന്ത്യ വിക്സ് 3% ഇടിഞ്ഞ് 14% നിന്നും 13.46 എത്തിയതും മാർക്കറ്റിൽ ബൈയിങ്ങിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. റിലയൻസ് ഇൻഡസ്ട്രീസ്, ആരതി സർഫക്റ്റൻസ്, ആദിത്യ ബിർള മണി, മഹീന്ദ്ര ലോജിസ്റ്റിക്, റാലിസ് ഇന്ത്യ, തേജസ് നെറ്റ്വർക്ക്, തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്ക്, ഹഡ്സൺ ആഗ്രോ പ്രൊഡക്റ്റ്, കേസോറാം ഇൻഡസ്ട്രീസ്, KP എനർജി, പിക്കാഡി ഷുഗർ ആൻഡ് അലൈഡ് ഇൻഡസ്ട്രീസ്, രാജ്രത്തൻ ഗ്ലോബൽ വയർ, ട്രൈഡൻ ലൈഫ് ലൈൻ തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടാണ് ഇന്ന് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്ന് ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ള ഒന്നാമത്തെ സ്റ്റോക്കാണ് വിപ്രോ. വിപ്രോയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത ഒരു ക്വാർട്ടർലി റിസൾട്ട് കമ്പനിക്ക് പുറത്തുവിടാൻ സാധിച്ചു. കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് 5.2% വർദ്ധിച്ച് 2,834 കോടിയായി മാറി. കൂടാതെ കമ്പനിയുടെ റവന്യൂ 0.3% കഴിഞ്ഞ ക്വാർട്ടറിൽ നിന്നും ഇടിഞ്ഞ് 22,079 റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എബിറ്റ ക്വാർട്ടർ ടു ക്വാർട്ടർ 2.2% വർദ്ധിച്ച് 3,619 കോടിയായി മാറി. അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്തതുകൊണ്ടും അമേരിക്കൻ മാർക്കറ്റിൽ ലിസ്റ്റഡായ വിപ്രോയുടെ ADRൽ 4% റാലി കാണിക്കുന്നതുകൊണ്ടും ഇന്നത്തെ ദിവസം വിപ്രോ എന്ന സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് മാർക്കറ്റ് റിയാക്ഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തേത് HDFC ബാങ്കാണ്. HDFC ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ പ്രൊവിഷൻ എമൗണ്ട് ഉയർത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ഫ്ലാറ്റ് ക്വാർട്ടർലി റിസൾട്ട് കമ്പനി പുറത്തുവിട്ടു. നെറ്റ് പ്രോഫിറ്റിൽ 0.9% വർധനവാണ് ക്വാർട്ടർ ടു ക്വാർട്ടർ കാണുന്നത്. 16,511 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 2.1% വർധനവുണ്ടായി. 29,077 കോടി രൂപയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകമാണ് നേടിയത്. അസറ്റ് ക്വാളിറ്റിയിൽ ഗ്രോസ് NPA 2 ബേസിസ് പോയിൻറ്റ് ഇടിഞ്ഞപ്പോൾ നെറ്റ് NPA 2 ബേസിസ് പോയിൻറ്റ് ഉയർന്നു. ഉയർന്ന ഡിവിഡൻഡ് പ്രഖ്യാപിച്ച ഒരു HDFC ഗ്രൂപ്പിലെ മറ്റൊരു കമ്പനിയാണ് HDFC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. 70 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഡീസൻറ്റ് ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ടു. കമ്പനിയുടെ സ്റ്റാൻഡ് അലോൺ റവന്യൂ 43.8% വർദ്ധിച്ച് 541 കോടിയായി മാറുകയും റവന്യൂ ഫ്രം ഓപ്പറേഷൻ 28.6% വർദ്ധിച്ച് 695 കോടിയായി മാറുകയും ചെയ്തു. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ മറ്റൊരു കമ്പനിയായ അല്ലെങ്കിൽ റിലയൻസ് ഗ്രൂപ്പിലെ മറ്റൊരു കമ്പനിയായ ജിയോ ഫിനാൻഷ്യൽ സർവീസും ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്ന് സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. 280 കോടിയിൽ നിന്നും കമ്പനിയുടെ പ്രോഫിറ്റ് 310 കോടിയിലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചു. അതുപോലെ തന്നെ കമ്പനിയുടെ ഇൻട്രസ്റ്റ് ഇൻകം അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂ 4.3% വർദ്ധിച്ച് 418 കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തു. റിലയൻസിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള അലോക് ഇൻഡസ്ട്രീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ ലോസ് കുറഞ്ഞിട്ടുണ്ട്. 297 കോടിയിൽ നിന്നും ലോസ് 215 കോടിയിലേക്ക് കുറഞ്ഞു. അതേസമയം റവന്യൂ ഫ്രം ഓപ്പറേഷൻ 6% ഇടിഞ്ഞ് 1,570 നിന്നും 1,469 ക്ലോസിംഗ് നൽകി. ഇറാഡ എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടും മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നിരുന്നു. ഈ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്ന് സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. ഇറാഡയുടെ നെറ്റ് പ്രോഫിറ്റ് 33% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 337 കോടിയായി മാറുകയും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 35% വർദ്ധിച്ച് 481 കോടിയായി മാറുകയും ചെയ്തു. ടോട്ടൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 34.3% വർദ്ധിച്ച് 1,391 കോടിയും കമ്പനിയുടെ ലോൺ ബുക്ക് 26.8% എക്സ്പാൻഡായി 59,698 കോടിക്ക് അടുത്തെത്തുകയും ചെയ്തു. ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് ഇയർ ഓൺ ഇയറിൽ 14% വർദ്ധിച്ച് 12,869 കോടിയായി മാറി.
സോന BLW പ്രസിഷൻ ഫോർജിംഗ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. എലോൺ മസ്കിൻ്റെ ഇന്ത്യ സന്ദർശനം ക്യാൻസൽ ആയതിൻ്റെ സ്ഥിതിക്കും സോന BLW പ്രസിഷൻ ഫോർജിംഗ് എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാം. സോന BLW പ്രസിഷൻ ഫോർജിങ്ങുമായി ബന്ധപ്പെട്ട മറ്റൊരു പോസിറ്റീവ് അപ്ഡേറ്റ്, കമ്പനി മെക്സിക്കോയിൽ ഒരു മാനുഫാക്ചറിംഗ് പ്ലാന്റ് ആരംഭിച്ചിട്ടുണ്ട്. ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾസിന് ആവശ്യമായ ഹൈ ക്വാളിറ്റി ഡ്രൈവ് ലൈൻ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് മെക്സിക്കോയിൽ കമ്പനി ഒരു മാനുഫാക്ചറിംഗ് പ്ലാന്റ് ആരംഭിച്ചിരിക്കുന്നത്. അൾട്രാടെക് സിമൻറ്റ് എന്ന സിമൻറ്റ് സെക്ടറിലെ ലീഡിംഗ് സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. ഇന്ത്യ സിമൻറ്റിൽ നിന്നും അൾട്രാടെക് ഒരു ഗ്രൈൻഡിംഗ് യൂണിറ്റ് അക്വയർ ചെയ്തിട്ടുണ്ട്. 1.1 മില്യൺ മെട്രിക് ടൺ പെർ ആനം ശേഷിയുള്ള ഗ്രൈൻഡിംഗ് യൂണിറ്റാണ് 315 കോടി രൂപയ്ക്ക് അൾട്രാടെക് അക്വയർ ചെയ്തത്. നാഷണൽ ഫെർട്ടിലൈസർ എന്ന കമ്പനിക്ക് മിനിസ്ട്രി ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസ് നവരത്ന സ്റ്റാറ്റസ് നൽകി കഴിഞ്ഞു. സാറ്റിൻ ക്രെഡിറ്റ് നെറ്റ്വർക്ക് എന്ന കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ഏപ്രിൽ 24 വിളിപ്പിച്ചിട്ടുണ്ട്. ഫണ്ട് റൈസിങ്ങുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ്. ഫണ്ട് റൈസിങ്ങുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്ക് ICICI ബാങ്കാണ്. ഏപ്രിൽ 27 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. ആൾ കാർഗോ ഗതി എന്ന കമ്പനിയുടെ ലോജിസ്റ്റിക് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി 3% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചു. സൊമാറ്റോ എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട പ്രധാന അപ്ഡേറ്റ്, സൊമാറ്റോയ്ക്ക് GST ഡിമാൻഡുമായി ബന്ധപ്പെട്ട് 5.9 കോടി രൂപയുടെ ഒരു പെനാൽറ്റി ലഭിച്ചു എന്നുള്ള അപ്ഡേറ്റാണ്. സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ എന്ന റിന്യൂവബിൾ എനർജി കമ്പനി ഡീസൻറ്റ് ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ടു. കഴിഞ്ഞ വർഷം 421 കോടി രൂപയുടെ ലോസ് റിപ്പോർട്ട് ചെയ്തെടുത്ത് ഇപ്പോൾ 1.4 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ കമ്പനിയുടെ ടോട്ടൽ ഇൻകം 86 കോടിയിൽ നിന്നും 1211 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്